നന്ദിയോടുകൂടെ സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രിയിലും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാനിടയായതിൽ ദൈവത്തെ വാഴ്ത്തുന്നു. യേശു കർത്താവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായിട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒടുവിൽ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഓർത്തുകൊണ്ടിരുന്ന വാക്ക് ദൈവത്വത്തിൻ്റെ അവിഭാജ്യമായ ഘടകം എന്ന നിലയ്ക്ക് യേശുക്രിസ്തുവും വിശുദ്ധനാണ്. കഴിഞ്ഞ ആഴ്ച നാം ഓർത്തത് ക്രിസ്തു സ്നേഹമാണ്, ദൈവസ്നേഹമാണ്. ക്രിസ്തുവിൽ ആ സ്നേഹം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആ പറഞ്ഞ വിഷയങ്ങളുടെ അനുബന്ധമായി 2-3 കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കാൻ വിചാരിക്കുന്നു. വേദപുസ്തകം ദൈവത്തെ നീതിമാനായ ദൈവമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നീതി എന്നുള്ള വാക്ക് പലപ്പോഴും ന്യായം എന്നുള്ള അർത്ഥത്തോട് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. അതിൽ വലിയ ഒരു തെറ്റ് പറയാനായിട്ട് സാധ്യമല്ല. എന്നാൽ നീതി എന്നത് ദൈവത്തെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു ഗുണലക്ഷണമാണ് എന്ന കാര്യം നാം ഓർക്കേണ്ടതാണ്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ മനുഷ്യനെക്കുറിച്ച് പറയുന്നുണ്ട്, നീതിമാൻ ആരുമില്ല എന്നാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ, ദൈവത്തിൻ്റെ കണ്ണുകളുടെ മുൻപാകെ നീതിമാൻ എന്ന് പറയാവുന്ന ആരും ഇല്ല. എന്നാൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവൻ നീതിമാനായ ദൈവമാണ്. അനീതിയുടെ അംശം പോലും അവനിലില്ല. അവൻ പൂർണ്ണമായിട്ടും നീതിമാനാണ്. ഞാൻ ഇന്ന് രാത്രി ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. പരിചയമുള്ള വാക്യങ്ങളാണെങ്കിലും അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പത്രോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രസംഗ ഭാഗമാണ്. ആ പ്രസംഗത്തിൽ 14-ാം വാക്യത്തിൽ കർത്താവിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ ചോദിച്ചു, ജീവനായകനെ കൊന്നുകളഞ്ഞു എന്നാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരു വാക്കാണ്, അവൻ നീതിമാനും പരിശുദ്ധനുമാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം കഴിഞ്ഞ് അധികം നാളുകളായിട്ടില്ല ഈ പ്രസംഗം അപ്പോസ്തലൻ നടത്തുമ്പോൾ. 2-ാം അധ്യായത്തിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് ഗണനീയമായ ചില വാക്കുകളാണ് അപ്പോസ്തലനിൽ നിന്ന് വരുവാനിടയായത്. നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. ആ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് അധികം ദിവസങ്ങളാകുന്നതിന് മുൻപാണ് 3-ാമത്തെ അധ്യായത്തിലെ പ്രസംഗവും അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് നടത്തുന്നത്. അവിടെ വളരെ കൃത്യമായിട്ട് താൻ ചൂണ്ടിക്കാണിച്ച കാര്യം ഇതാണ്, യേശുക്രിസ്തുവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. നിങ്ങൾ ചെയ്തത് ജീവനായകനായ പരിശുദ്ധനായ നീതിമാനായ അവനെ കൊന്നുകളഞ്ഞിട്ട് കൊലപാതകനെ ബറബാസിനെ നിങ്ങൾ ചോദിച്ചു. അവരുടെ ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പാപത്തെ അവിടെ ചൂണ്ടിക്കാണിക്കാനുണ്ടായത്. അപ്പോൾ അവിടെ താൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, ക്രിസ്തുവിൻ്റെ നിസ്തുലമായ സ്വഭാവത്തെ ഒന്നുകൂടെ വ്യക്തമാക്കിയായിരുന്നു. അവൻ പരിശുദ്ധനും നീതിമാനുമായ ദൈവമാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ വിസ്താരത്തോടുള്ള ബന്ധത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. വിസ്താരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പീലാത്തോസിൻ്റെ ഭാര്യ, ന്യായാധിപൻ്റെ ഭാര്യ ആളയച്ച് പറയിപ്പിച്ചു, തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, സൂക്ഷിച്ചു വേണം ഇടപെടാൻ, കാരണം നിങ്ങൾ വിസ്തരിക്കുന്നയാൾ നീതിമാനാണ്. ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ് താക്കീതല്ല, ആ വിഷയമൊന്ന് ഓർപ്പിക്കുവാൻ ഇടയാകുകയാണ്. നാം അത് വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ്. അത് ഒരു ന്യായാധിപൻ്റെ അധികാര സീമയിലേക്കുള്ള കടന്നുകയറ്റമാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷേ അവൾ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. വിസ്തരിക്കുന്നയാൾ ആരാണ് എന്നറിഞ്ഞിട്ട് വേണം നീ വിസ്തരിക്കാൻ, വിധി പറയാൻ എന്ന് പറയുന്നു. നീ വിസ്തരിക്കുന്നത് നീതിമാനെയാണ്. പീലാത്തോസ് അതിൻ്റെ തൊട്ട് താഴെ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ പറഞ്ഞു, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല.
അവൻ സമ്മതിച്ചു. അവൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഈ നീതിമാനെ മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് ക്രൂശീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ലോകത്തിലേക്ക് വഞ്ചനാപരമായ ഒരു നിലപാട് അവനെടുക്കുകയാണ്. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു. ഞാനൊരിക്കലും ഇവിടെ പറഞ്ഞാണെന്ന് എനിക്ക് തോന്നുന്നു, അവന് പങ്കില്ലെന്ന് പറഞ്ഞാലും അവൻ ഒഴിയാൻ സാധ്യമല്ല. കാരണം ആ പാപക്കറ കഴുകിക്കളയാൻ അവന് സാധ്യമല്ല. ഈ ഇസ്രയേലിൻ്റെ പാരമ്പര്യ ചിന്തകളിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഈ പീലാത്തോസിന് പിന്നെ മാനസികമായ വിഭ്രാന്തി ഉണ്ടായി, ഒരുതരം ഉന്മാദാവസ്ഥയിലേക്ക് അവൻ വന്നു എന്നും അവൻ പിന്നെ ആരെ കണ്ടാലും ഇങ്ങനെ കാണിക്കും, കൈ കഴുകുന്ന പോലെ കാണിക്കും, തനിക്ക് ഇതിൽ പങ്കില്ലെന്ന് പറയാനായിട്ടാണ്. അത് ആ ഒരു കുറ്റബോധം തന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു, കൈ കഴുകിക്കൊണ്ടിരുന്നു മരണം വരെ. കാരണം ആ പാപത്തിൻ്റെ ഭയാനകത തന്നെ വേട്ടയാടി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പീലാത്തോസ് ആണെങ്കിലും പീലാത്തോസിൻ്റെ ഭാര്യയാണെങ്കിലും വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്, ഈ വിസ്തരിക്കപ്പെടുന്നയാൾ നീതി ഉള്ളവനാണ്, നീതിമാനാണ്. നമ്മുടെ കർത്താവിന് മരണം കണ്ടുകൊണ്ട് നിന്ന ശതാധിപൻ, ലൂക്കോസ് 23-ാം അധ്യായത്തിൻ്റെ 47-ാം വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 23-47 ശതാധിപൻ ആ മരണം കണ്ടിട്ട് പറയുന്ന വാക്ക്, ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ്. അവിടെ ആ മരണരംഗത്ത് അവൻ പുലർത്തിയ അക്ഷോഭ്യത മാത്രമായിരിക്കില്ല, അവൻ പറഞ്ഞ വാക്കുകളൊക്കെ ശതാധിപൻ കേൾക്കുന്നുണ്ട്. ആ ക്രൂശിലെ വാക്കുകൾ, ക്രൂശിൽ അവൻ പറഞ്ഞ 7 വാക്കുകൾ, 7 മൊഴികൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ്റെ ആ ശിരസ് താഴുന്നത് ശതാധിപനെ കാണാമായിരുന്നു. പാപത്തിൻ്റെ ഭാരം തലയിൽ വഹിച്ചുകൊണ്ട് മരണത്തിൻ്റെ ആ വേദനയിൽ കൂടെ കടന്ന് ആ തല താഴ്ത്തി സ്വന്തം തോളിലേക്ക് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അവനെ കാണാം. അത് സംഭവിച്ചു. മറുവശത്ത് ലോകത്തിൽ ഒരാളുടെ മരണത്തിലും അന്ന് വരെ സംഭവിക്കാത്ത അപാരമായ സംഭവങ്ങൾക്ക് ശതാധിപൻ സാക്ഷ്യം വഹിക്കുകയാണ്. ഇങ്ങനെ ഒരു മരണം ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമുക്കെല്ലാവർക്കും അറിയാം, സൂര്യൻ ഇരുണ്ടുപോയ ഒരു നട്ടുച്ച നേരം ആ കാഴ്ച വാസ്തവത്തിൽ മറയ്ക്കപ്പെടുകയാണ്. 12 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 3 മണി വരെയുള്ള ആ 3 മണിക്കൂർ സമയം ഗോൽഗോഥ മല ഇരുളിൻ്റെ മറവിൽ നിൽക്കുകയാണ്. അതങ്ങനെ പറഞ്ഞ് ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ സൂര്യൻ ഇരുണ്ടുപോയി എന്ന് പറയുന്നതാണ് വാസ്തവമായി സംഭവിച്ചത്. കേവലം ഒരു ഭാഗത്തിരുട്ട് വന്നു എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. സൂര്യൻ ഇരുണ്ടുപോയി, ദൈവപുത്രൻ്റെ മരണരംഗത്ത് സംഭവിച്ചത് അതാണ്. ഇതെല്ലാം കൂടെ കണ്ടും കേട്ടും ഇരുന്ന ശതാധിപൻ്റെ മനസ്സ് ഇവനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു മരണമുണ്ടാകണമെങ്കിൽ ഇവൻ വാസ്തവത്തിൽ നീതിമാൻ ആയിരിക്കണം. കുറ്റവാളിയായിട്ടാണ് അവർ വധിക്കപ്പെടുന്നത് എന്ന ലോകം പറയുന്നത്. പക്ഷെ കുറ്റവാളി അല്ല എന്ന് മാത്രമല്ല, ഇവൻ വാസ്തവത്തിൽ നീതിമാനാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഞാൻ പറഞ്ഞത് ആ 3 പ്രസ്താവനകളും കർത്താവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. പീലാത്തോസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, മരണരംഗം കണ്ടുനിന്ന ശതാധിപൻ, ഇവരൊക്കെ അവൻ നീതിമാൻ എന്നുള്ള കാര്യം പരസ്യപ്പെടുത്തുവാനിടയായി. അത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പരിചയമുള്ള ഒരു വാക്യം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. 34-ാം സങ്കീർത്തനത്തിൽ ദൈവജനം സാധാരണ ആശ്വാസകരമായിട്ട് വായിക്കുന്ന ഒരു സങ്കീർത്തനമാണത്. അതിനകത്തുള്ള ഒരു വാക്യം ഏത് പ്രയാസങ്ങൾ വന്നാലും സാക്ഷ്യം പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ ഉദ്ധരിക്കാറുള്ള ഒരു വാക്കുകൂടെയാണ്. അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങളിലേക്ക് നാം ശ്രദ്ധിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത്, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അതാണ് 19-ാം വാക്യം പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ സാക്ഷ്യമായിട്ട് പറയുന്നത് ഈ വാക്യമാണ്. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് അനർത്ഥങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവം സഹായിച്ച് അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ ഈ വാക്യത്തിൽ നിന്ന് പറയട്ടെ. ഈ വാക്യം പ്രധാനമായി ലക്ഷ്യമിടുന്നത് നമ്മെ അല്ല. ഇത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചന വാക്യമാണ്. നമ്മെക്കുറിച്ച് പറയുന്ന വാക്കുകളുണ്ട്.
17 വാക്യത്തിൽ നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്നുള്ള കാര്യം ദൈവജനത്തെക്കുറിച്ച്, വിശ്വാസികളെക്കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്. പക്ഷെ നീതിമാൻ എന്ന് ഒരാളെ വ്യക്തിപരമായി ചൂണ്ടിക്കൊണ്ട് പറയുന്ന 19 വാക്യം യേശുക്രിസ്തു എന്ന നീതിമാനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്ന വാക്കാണ്. അതിന് പ്രത്യേകത നാം ഓർക്കേണ്ടത്, നമുക്കാർക്കും അസംഖ്യമായ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രയാസങ്ങൾ വരും, രോഗം വരാം, സാമ്പത്തിക നഷ്ടം വരാം, ഒറ്റപ്പെടൽ വരാം, നിരാശ ഉണ്ടാകാം. എന്നാലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാതെ വണ്ണമുള്ള അനർത്ഥങ്ങൾ ഒരു ജീവിതത്തിലും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല. അത്രയും ദൈർഘ്യമുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. രണ്ടാമത് അവിടെ പറയുന്നത് 20 വാക്യം കൂടെ വായിച്ചാൽ മനസ്സിലാക്കാം, അവൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു. ആരുടെയാണ്? നീതിമാൻ്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയും ഇല്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്കും എനിക്കും അറിയാം, ഈ വാക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം നിറവേറിയതായിട്ടാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായത്തിൻ്റെ 36 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പടയാളികൾ വന്നു, കാലൊടിക്കാൻ വേണ്ടി വന്നതാണ്. മരിച്ചില്ല എന്ന് വിചാരിച്ചാണ് വരുന്നത്. കാരണം കാലൊടിച്ചാൽ മരണം പെട്ടെന്ന് നടക്കും. അതിൻ്റെ ഒരു ത്വരിത സാധ്യതയ്ക്ക് വേണ്ടിയാണ്, പെട്ടെന്നുള്ള സാധ്യതയ്ക്ക് വേണ്ടിയാണ് കാലൊടിക്കുന്നത്. വന്നപ്പോൾ കണ്ട കാഴ്ച, 2 വശത്തുമുള്ളവർ മരിച്ചിട്ടില്ല, അവരുടെ കാലുകൾ ഒടിച്ചു. പക്ഷെ നടുവിലത്തെ ക്രൂശിലേക്ക് നോക്കിയപ്പോൾ അവിടെ മരിക്കുന്ന കർത്താവ് മരിച്ചു കഴിഞ്ഞതുകൊണ്ട് അവൻ്റെ കാല് ഒടിച്ചില്ല. പക്ഷെ ദൈവാത്മാവ് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, നിങ്ങൾ പിന്നെ നോക്കിയാൽ അറിയാം, യോഹന്നാൻ 19:36 അവിടെ ഈ വചനമാണ് നിവൃത്തിയായത്, അവൻ്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകുകയും ഇല്ല എന്നുള്ള വചനം നിവൃത്തിയായി. ഞാൻ പറഞ്ഞത് 34 സങ്കീർത്തനത്തിൻ്റെ 19, 20 വാക്യങ്ങൾ വിശ്വാസികളെക്കുറിച്ച് പറയുന്നതല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്ന കാര്യം നാം ഓർക്കുക. അതുകൊണ്ട് ആരെങ്കിലും ആ വാക്യം ഒന്ന് ഉദ്ധരിച്ചതുകൊണ്ട് പാപമായി പോയി എന്നല്ല, എങ്കിലും ആ വാക്യം ഉന്നം വയ്ക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ് എന്ന കാര്യം നാം ഓർക്കുക. അവിടെയും ദൈവത്തിന് ദാസനായിരിക്കുന്ന ദാവീദ് വ്യക്തമാക്കുന്നത്, അവൻ നീതിമാനാണ്, അവൻ അനർത്ഥങ്ങൾ അധികം അനുഭവിച്ച് മരിപ്പാനിടയായവനാണ്. പക്ഷേ ഈ അനർത്ഥങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ അവൻ്റെ അസ്ഥികൾ ഒന്നും ഒടിയപ്പെടുവാൻ ഇടയായില്ല. അസ്ഥികൾ ബന്ധം വിട്ടിട്ടുണ്ട്, അത് സംഭവിച്ചു. മിക്കവാറും യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്തായിരിക്കാം അതുണ്ടായത്. കാരണം ഒരു കുരിശിന്മേൽ അവനെ തറച്ചിട്ട് ആ കുരിശെടുത്ത് അവിടെ കുഴിച്ചിരിക്കുന്ന ഒരു കുഴിയിലേക്ക് ഇടുകയാണ് സാധാരണ പതിവ്. സൂക്ഷിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം കൊല്ലാൻ വേണ്ടി തൂക്കുന്ന സമയമാണ്. അതുകൊണ്ട് വളരെ പതുക്കെ, വേദനിക്കാതെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അവർ വളരെ ക്രൂരന്മാരായിരിക്കുന്ന ആളുകൾ കൂടെയാണ്. ക്രൂശീകരണത്തിൽ അതായത് ക്രൂശീകരിക്കപ്പെടുന്ന വ്യക്തി നിന്ദാർഹമായ നിലയ്ക്കാണ് അവരുടെ മുൻപാകെ നിൽക്കുന്നത്. കനിവോ ആർദ്രതയോ കാണിക്കേണ്ട ആവശ്യമില്ല, ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ കുരിശിൽ അവനെ തറച്ചിട്ട് ആ കുരിശ് അവിടെയുള്ള ഒരു കുഴിയിലേക്ക് സാധാരണ എറിയുകയാണ് പതിവ്. ആ വീഴ്ചയോട് കൂടെ നമുക്കറിയാം, ശരീരത്തിന്മേൽ ശരീരത്തിൻ്റെ മുഴുഭാരവും ആ ആണികളിൽ വന്ന് നിൽക്കുന്ന സമയമാണ്. ഒരുപക്ഷെ ഇവിടെ തറയ്ക്കാം, കൈവെള്ളയിൽ തറയ്ക്കാവുന്നതാണ്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ശാസ്ത്രം അല്ലെങ്കിൽ ദൈവമക്കൾ ചിലരൊക്കെ പറയുന്നത്, കർത്താവിന് പരമാവധി വേദനയാണ് അവർ കൊടുക്കാൻ ശ്രമിച്ചത്. മരിക്കുമ്പോൾ കേവലം മരിക്കുക മാത്രമല്ല, ക്രൂശ് മരണം ഏറ്റവും പ്രാകൃതമാണ്, വേദനാകരമായ മരണമാണ്. എന്നാൽ അവിടെ അതിൽ തന്നെ ഏറ്റവും മാരകമായ പ്രഹരശേഷി ഏൽപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം, മണിബന്ധം, റിസ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്തായിരിക്കാം ആണികൾ അടിച്ചത് എന്ന് വിചാരിക്കപ്പെടുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് ഇവിടം വിട്ടുപോകയില്ല. ഇവിടെ ആണി അടിച്ചാൽ വേണമെങ്കിൽ അല്പം കീറിപ്പോവുകയോ വേണമെങ്കിൽ പറഞ്ഞു മാറുകയോ ചെയ്യാം. പക്ഷെ ഇവിടെ അടിക്കുന്ന ആണി കൊണ്ട് അതവിടെ സുരക്ഷിതമായിട്ട് നിൽക്കും. ശരീരം ആ ആണിയിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല. രണ്ടാമത്തെ കാരണം, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനികൾ മുഴുവനും സംഗമിക്കുന്ന സ്ഥലമാണ്. നാഡീവ്യൂഹത്തിൻ്റെ കേന്ദ്രം എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ് കൈയുടെ മണിബന്ധം, റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം, ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്കും
അനിയന്ത്രിതമായ വേദന പ്രവഹിക്കാൻ ഇടയാകും എന്നുള്ളതാണ്. ഇതും ഒരുപക്ഷെ അങ്ങനെ ഒരു രംഗം ഒരുക്കുന്നതിന് കാരണമായി തീർന്നേക്കാം. എനിക്കറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഒരു അസ്ഥി പോലും ഒടിയാനോ പൊട്ടാനോ ഇടയാവുകയില്ല. ആ അതിബലത്തിൽ ഇത് അമരുവാൻ ഇടയായിത്തീരും. പക്ഷേ ഈ കുഴിയിലേക്ക് എറിഞ്ഞു കഴിയുമ്പോഴേക്കും ശരീരത്തിൻ്റെ ബന്ധങ്ങൾ അകലുവാൻ ഇടയാകാം. നമ്മുടെ ബോൾ ആൻഡ് സോക്കറ്റ് എന്ന് പറയുന്ന ഈ ഭാഗം, അതുപോലെ കാലിൻ്റെ ഭാഗങ്ങൾ, ജോയിൻസ്, നമ്മുടെ ബന്ധങ്ങൾ മുഴുവനും അകലുവാൻ ഇടയായിത്തരും. കാരണം പെട്ടെന്നുള്ള ആ എറിയലോടുകൂടെ മുഴുഭാരവും 2-3 ആണികളിലേക്ക് വരുമ്പോൾ ശരീരത്തിലെ ബന്ധം വിടാം, അസ്ഥികളുടെ ബന്ധം വിടാം. പക്ഷേ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അവസാനത്തെ രംഗമാണ് ഞാൻ പറഞ്ഞത്. മരിച്ചില്ലെങ്കിൽ മരണം പെട്ടെന്ന് നടത്തേണ്ടതിന് കാലുകൾ ഒടിപ്പിക്കാറുണ്ട്. അതുപോലും കർത്താവിന് വേണ്ടി വന്നില്ല. അവൻ അതിനു മുമ്പായിട്ട് മരിച്ചു. അതുകൊണ്ട് അസ്ഥികൾ ഒന്നും ഒടിക്കാൻ ഇടയായില്ല. അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ മാത്രം നിറവേറുന്ന ഒരു പ്രവചനമാണ്. ആ വാക്യത്തിലെ നീതിമാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ തന്നെയാണ് എന്ന കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ കൂടെ നമ്മുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ഇന്ന് യേശുക്രിസ്തു സ്വർഗത്തിലാണ്. നമുക്കറിയാം, സ്വർഗാരോഹണം കഴിഞ്ഞ് അവൻ സ്വർഗത്തിലേക്ക് പോയി. അവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നാം 3 പ്രത്യക്ഷതകൾ വായിക്കുന്നതിൽ ഒരെണ്ണം അവൻ ഭൂമിയിലേക്ക് വന്ന അവൻ്റെ വരവാണ്. രക്ഷാകരമായ വേലയ്ക്ക് വേണ്ടി അവൻ വന്ന വരവാണ്. 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇവിടെ അവൻ പ്രത്യക്ഷനായത്, ഇവിടെ അവൻ വെളിപ്പെട്ടതിനെക്കുറിച്ചാണ് ലേഖനകർത്താവ് പറയുന്നത്. സ്വന്തം ശരീരത്തിൽ മരണമനുഭവിച്ച് ആ മരണത്താൽ, ആ യാഗമരണത്താൽ, ആ ബലിയാൽ എന്നേക്കുമുള്ള പാപപരിഹാരം വരുത്തേണ്ടതിന് ഇവിടെ ഈ ഭൂമിയിൽ അവൻ പ്രത്യക്ഷനായി. ഇനി ആ വാക്യം ഉദ്ധരിക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇപ്പോഴത്തെ അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ആദ്യം ഉദ്ധരിച്ച വാക്യം 9-ാം അധ്യായത്തിൽ 26-ാം വാക്യമാണ്. 24-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു. നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ പാപമോചനം പ്രാപിച്ച തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി, രക്ഷിത ഗണത്തിനു വേണ്ടി അവൻ സ്വർഗത്തിൽ പിതാവിൻ്റെ അടുക്കൽ പ്രത്യക്ഷനായിരിക്കുന്നു. അവൻ അവിടെയാണ്, അവൻ സ്വർഗത്തിലാണ്. ഇനി ആ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 27-28 വാക്യങ്ങളിൽ നാം കാണുന്നത്, ഇനി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച പറഞ്ഞൊരു വാക്കുണ്ട്, പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യത്തെ പ്രത്യക്ഷത പാപത്തോടു കൂടെയാണ് എന്നല്ല, മറിച്ച് ആദ്യത്തെ പ്രത്യക്ഷത പാപസംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ടതിനാണ്, പാപപരിഹാരം വരുത്തേണ്ടതിനാണ്. പാപത്തെ ഈ ഭൂമിയിൽ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിക്കേണ്ടതിന് വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇനി വരാൻ പോകുന്നത്, നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്, പാപത്തിന് പരിഹാരം വരുത്താനായിട്ടല്ല, മറിച്ച് അവൻ വരുന്നത് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട രക്ഷിതഗണത്തെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാനായിട്ടാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അവൻ നമുക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. അവിടെ അവൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. കർത്താവിനെക്കുറിച്ചുള്ള മനോഹരമായൊരു പ്രസ്താവനയാണത്. അവൻ നീതിമാനായ ദൈവമാണ്, വിശ്വസ്തനാണ്, നീതിമാനും ആണ് എന്നവിടെ എഴുതിയിരിക്കുന്നു. അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചാണ്, വിശ്വാസികളെക്കുറിച്ച് പറയുകയാണ്. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അവൻ നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആണ്. 8-10 വാക്യങ്ങളിൽ പറയുന്നത് രക്ഷിക്കപ്പെട്ടവരായ നമ്മിലും പാപത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കാരണം ശരീരത്തിന് മാറ്റം വരാത്തതുകൊണ്ട്, നാം ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട്
നമ്മിൽ പാപമുണ്ട്. 8-ാം വാക്യത്തിൽ പറയുന്നത്, ആരെങ്കിലും പറയുകയാണ് എന്നിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നുള്ളതാണ്. സത്യം നമ്മിലില്ല, നാം കള്ളന്മാരായിട്ട് മാറുകയാണ്. 10-ാം വാക്യത്തിൽ പറയുന്നത്, നാം പാപം ചെയ്തിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അവനെ, അതായത് ദൈവത്തെ അസത്യവാദിയാക്കിയ, അവിടെയും പറയുകയാണ് വചനം നമ്മിൽ ഇല്ലാതെ വരികയാണ്. അപ്പോൾ നമുക്ക് കുറവുകളുണ്ട്, നമുക്ക് പാപങ്ങളുണ്ട്. എന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് 9-ാം വാക്യത്തിൽ പറയുകയാണ്, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ സകല പാപങ്ങളെ ക്ഷമിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. ഇവിടെ നമുക്ക് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയേണ്ടതാണ്. അതായത് കുറവുകളും ബലഹീനതകളും ഒക്കെ വരുമ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയണം. നമ്മുടെ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാൻ കഴിയണം. നമ്മുടെ ലംഘനങ്ങളെ നാം മറച്ചു വയ്ക്കാനായിട്ടല്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ഇടയായിത്തീരണം. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. അവിടെ അവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് എന്ന കാര്യം നമുക്കറിയാം. വെളിച്ചമായ ക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നതൊക്കെ. അവിടെ നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇനി 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. അവിടെ ഒരു പ്രയോഗം കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. അതായത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അതായത് ഈ ലേഖനം വായിക്കുന്ന വായനക്കാരൻ, അനുവാചകൻ, അവൻ പാപം ചെയ്യരുത്, തെറ്റ് ചെയ്യരുത്, തിന്മ ചെയ്യരുത്. ഇനി അഥവാ പാപം സംഭവിച്ചു പോയാൽ അവിടെ എഴുതിയിരിക്കുകയാണ്, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. എല്ലാവർക്കും അറിയാം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപത്തിൽ തുടരുന്നില്ല, പക്ഷെ പാപം സംഭവിക്കാം, അതിന് സാധ്യത തിരുവെഴുത്ത് പറയുന്നുണ്ട്. അങ്ങനെ പാപം ചെയ്താൽ, പാപം സംഭവിച്ചു പോയാൽ നിനക്കിനി ഒരു രക്ഷയില്ലല്ലോ, അയ്യോ പാപം സംഭവിച്ചല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ട, എന്നിൽ പാപം ഉണ്ടായില്ലോ എന്ന് പറഞ്ഞ് നീ നിരാശനായി തീരേണ്ട ആവശ്യമില്ല. അങ്ങനെ പാപം ചെയ്താൽ നിനക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കലുണ്ട്. ആരാണ് ആ കാര്യസ്ഥൻ? നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. അവിടെയും എഴുതിയിരിക്കുകയാണ്, അവൻ നീതിമാനായ യേശുക്രിസ്തുവാണ്. അവൻ ഇപ്പോൾ നമുക്ക് വേണ്ടി കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ ജീവിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അവൻ്റെ ആ കാര്യസ്ഥതയുടെ സൗകര്യത്തെ നാം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കുറ്റങ്ങൾ ചെയ്ത് അതിൻ്റെ ആ പ്രയാസം വഹിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടല്ല, കുറ്റങ്ങൾ വരുമ്പോൾ തന്നെ ആ കുറ്റങ്ങളുമായിട്ട് അവൻ്റെ അടുക്കിലേക്ക് ചെന്ന് ആ കാര്യസ്ഥൻ മുഖാന്തരമായി ശുദ്ധീകരണം പ്രാപിച്ചവരായി ജീവിക്കുവാൻ നമുക്കിടയാകേണ്ടത് ആവശ്യമാണ്. അവൻ നമുക്ക് വേണ്ടി നീതിമാനായ കാര്യസ്ഥനായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് 1-2 വാക്കുകൾ, യേശുക്രിസ്തു നീതിമാൻ എന്നുള്ള നിലയിൽ 1-2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാനായിട്ട് വിചാരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ന്യായാധിപതിയാണ്. വേദപുസ്തകത്തിൻ്റെ ഒരുപാട് വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സത്യമാണ്, അവൻ ന്യായാധിപതിയായ ദൈവമാണ്. ഇനി ഭാവി കാലത്ത് 3 ന്യായാസനങ്ങൾ വയ്ക്കും എന്നാണ് വേദപുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട വിഷയം അതല്ല, എങ്കിലും ഞാൻ സാന്ദർഭികമായിട്ട് ഇതിനോട് ചേർത്തൊന്ന് പറയാൻ ആവശ്യമുള്ളത് കൊണ്ട് ഓർപ്പിക്കുകയാണ്. ഏവർക്കും അറിയാവുന്ന പോലെ ഇനി സംഭവിക്കേണ്ട, വചന വെളിച്ചത്തിൽ പറഞ്ഞാൽ ഇനി സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് എന്നുള്ളതാണ്. പുനരാഗമനം, 2ാമത്തെ വരവ് എന്നുള്ള കാര്യം. അവിടെയാണ് സഭ എടുക്കപ്പെടുന്നത്, ഉൽപ്രാപണം പ്രാപിക്കുക. സഭ അവൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുവാൻ ഇടയാകുന്നത് ആ വരവിലാണ്. ആ വരവ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ വരവിൽ സംഭവിക്കുന്ന കാര്യം, രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും ക്രിസ്തുവിനോട് ചേരുവാൻ ഇടയാകും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. അപ്പോൾ അവനോടുകൂടെ നിത്യമായി നാം സമാഗമിക്കും. ദൈവദാസന്മാരും വേദപഠിതാക്കളും എല്ലാം പറയുന്ന ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ സഭ എടുക്കപ്പെട്ടാൽ അവൻ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും, ദൈവസഭ ഇവിടെ നിന്ന് പറന്ന് ഉയരും. അപ്പോൾ ആ സംഗമം നടക്കുന്നത്, എതിരേൽപ്പ് നടക്കുന്നത് മധ്യാകാശത്തിൽ വെച്ചാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നാം ഇവിടെ നിന്ന് ഉയർന്ന് അവിടേക്ക് ചെല്ലുകയും ചെയ്യും. അവൻ ഭൂമിയിലേക്ക് വരുന്നില്ല.
അവൻ ആകാശമധ്യത്തിൽ വന്ന് അവിടെ വെച്ച് നാം തമ്മിൽ സന്ധിക്കുവാനിടയാകും. അതിനെ തുടർന്ന് വരുന്ന 7 വർഷങ്ങൾ ദൈവസഭ അവനോടുകൂടെ മധ്യാകാശത്തിലായിരിക്കും. അതുകൊണ്ട് ശൂന്യതയിൽ എന്നർത്ഥമാക്കേണ്ടതില്ല. ദൈവത്തെ സംബന്ധിച്ച ആ ഒരു ചിന്ത അസ്ഥാനത്താണ്. എവിടെയോ മധ്യാകാശത്തിൽ എവിടെയോ ദൈവസഭ കോടാനുകോടി വിശുദ്ധന്മാർ അവനോടുകൂടെ ആയിരിക്കും. ആ സമയത്താണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ ന്യായവിധി പകരപ്പെടുന്നത്. പീഡനകാലം എന്ന് നാം പറയുന്ന മഹാപീഡനത്തിൻ്റെ മഹോപദ്രവത്തിൻ്റെ കാലമാണ് ആ 7 വർഷം ഭൂമിയിൽ. അവിടെ മാനുഷികമായിരിക്കുന്ന തലത്തിൽ യുദ്ധങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ അലൗകിക തലത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി പകരും. നാം വായിക്കുന്നത് 7 കാഹളങ്ങൾ ഊതുന്നു, 7 മുദ്രകൾ പൊട്ടിക്കുന്നു, 7 കലശങ്ങൾ പകരുന്നു. അതോടൊക്കെ അനിർവചനീയമായ നിരക്കുള്ള ന്യായവിധിയുടെ പ്രകമ്പനം ഈ ഭൂമി അനുഭവിക്കാനായിട്ട് പോകുകയാണ്. 7 വർഷങ്ങൾ അത് നീളും. 3.5 2 ഭാഗമായി തിരിച്ചുകൊണ്ട് ആദ്യത്തെ 3.5 വർഷം ഒരു നിലയ്ക്ക് പറഞ്ഞാൽ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ സമാധാനപൂർണമായ ഒരു കാലമായിരിക്കും. ആ 3.5 വർഷം കഴിയുമ്പോൾ വരുന്നത് ഭയാനകമായ നിലയിലേക്ക് അവൻ്റെ ഭരണം മാറും. യെരുശലേമിലെ ദൈവാലയത്തിൽ അന്ത്യക്രിസ്തു തൻ്റെ പ്രതിമ സ്ഥാപിക്കും. ആ പ്രതിമയെ നമസ്കരിക്കാനായിട്ട് രക്ഷിക്കപ്പെടാത്തവരോട് പറയും. പക്ഷേ യഹൂദന്മാർ അത് ചെയ്യാതെ വരുമ്പോഴേക്കും ന്യായവിധിയുടെ കുത്തൊഴുക്ക് അവിടെ ഉണ്ടാകുവാനിടയാകും. അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് യേശുക്രിസ്തുവിന് വേണ്ടി, മശിഹായ്ക്ക് വേണ്ടി അവർ നിലവിളിക്കുവാൻ ഇടയാകും. സഖരിയാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ വിലപിക്കും. കുത്തിയവങ്കിലേക്ക് അവർ നോക്കും. ആ സമയത്ത് അവൻ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി വരുന്ന വരവിനാണ് മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത്. അന്ന് അവൻ വരുന്നത് തൻ്റെ സകല വിശുദ്ധന്മാരോടും കൂടെയാണ്. ആദ്യത്തെ വരവ് വിശുദ്ധ ജനത്തിനു വേണ്ടിയാണെങ്കിൽ മഹത്വപ്രത്യക്ഷത എന്ന് പറയുന്നത് തൻ്റെ വിശുദ്ധന്മാരോട് കൂടെ അവൻ വരും. അത് ആകാശമധ്യത്തിലല്ല, അവൻ്റെ കാലുകൾ ഒലിവുമലയിൽ ചവിട്ടത്തക്കവണ്ണം അവൻ ഭൂമിയിലേക്ക് അവരോഹണം ചെയ്യും. ഇതാണ് നാം വായിക്കുന്ന കാര്യം. ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ പ്രവചന ഭാഗം ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്ത് സംഭവിക്കുന്ന 2 സിംഹാസനങ്ങളുണ്ട്. ഒന്ന്, ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം വയ്ക്കാൻ പോകുന്ന ഒരു സിംഹാസനമുണ്ട്. അതിന് പേരാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ ന്യായാസനം അത് ദൈവജനത്തിന് വേണ്ടിയുള്ള ഒരു ന്യായാസനമാണ്. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ശിക്ഷാവിധിയില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി മാറി. എന്നാൽ ന്യായവിധി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ന്യായമായ വിധിയുണ്ട്. ന്യായവിധി എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് വിടുകയല്ല, നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷകളെ ന്യായമായി വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലാണ്. പല വാക്യങ്ങൾ ആ ബന്ധത്തിൽ വായിക്കേണ്ടതാണ്. ഞാൻ 1-2 വാക്കുകളൊന്ന് പറഞ്ഞു പോകാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഈ വിഷയത്തിൻ്റെ ഘനതരമായ ഒരു അവതരണം നടത്തുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ആ വാക്യം അറിയാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അവനവൻ, ഓരോരുത്തൻ്റെ കാര്യം പറയുകയാണ്, ഒരാൾ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. ഓരോ വാക്കുകളും പ്രാധാന്യമുള്ളതാണ്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ശരീരത്തിലിരിക്കുമ്പോൾ നല്ലതും ചെയ്യാം, തീയതും ചെയ്യാം, നന്മയും ചെയ്യാം, തിന്മയും ചെയ്യാം. പക്ഷേ അത് ഓർക്കപ്പെടാതെ വരികയില്ല. അതിന് തക്കവണ്ണം, നല്ലതാണെങ്കിൽ അതിന് തക്കവണ്ണം, തീയതാണെങ്കിൽ അതിന് തക്കവണ്ണം നാം പ്രാപിക്കും. എനിക്ക് വേണ്ട എന്ന് പറയാൻ നിവൃത്തിയില്ല, ഞാനത് പ്രാപിക്കേണ്ടി വരും. ഇനി ആർക്കും ഒഴിവില്ല. അവനവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്, നാം എല്ലാവരും, ഓരോരുത്തനും. നാം വേറെ ഭാഗത്ത് വായിക്കുന്നില്ല, ഓരോരുത്തനും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കണക്ക് നീതിമാനായ ന്യായാധിപതിയുടെ മുൻപാകെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കടയിൽ ഒരു സാധനം മേടിക്കാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ 100 രൂപ തന്നു വിട്ടു, ഒരു കൊച്ചിനെ കടയിലേക്ക് വിട്ടു, അവൻ പോയി
അവൻ വരുമ്പോൾ അപ്പൻ ചോദിച്ചു, എടാ എന്തൊക്കെയാണ് മേടിച്ചേ? അപ്പോൾ ഇന്നതാണ്, 50 രൂപയ്ക്ക് ഇന്ന സാധനം മേടിച്ചു, 30 രൂപയ്ക്ക് വേറൊരു സാധനം മേടിച്ചു, 10 രൂപയ്ക്ക് ഞാനൊരു സാധനം മേടിച്ചു, പിന്നെ ഒരു 5 രൂപയ്ക്ക് ഇന്നത് മേടിച്ചു, ബാക്കി ഇത്രയുണ്ട്. ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കേവലം ഒരു കൊട്ടക്കണക്കല്ല, കൃത്യമായി ജീവിതത്തിൻ്റെ അളവുകൾ, ജീവിതത്തിൻ്റെ കണക്ക് ഞാൻ ബോധിപ്പിക്കേണ്ടി വരും. ഇനി അവിടുത്തെ ആ പ്രയോഗം ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടണം എന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനായിരുന്നോ അതവിടെ പ്രകാശിപ്പിക്കപ്പെടും. അതാണ് ഉണ്ടാകുന്നത്. കണക്ക് ബോധിപ്പിക്കുക മാത്രമല്ല, ഒരു കർട്ടൺ ഉയർത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നയാളെ മുഴുവനായിട്ട് കാണുന്നത് പോലെ യവനിക മാറ്റി എന്നെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ ഞാൻ എന്തായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പാടില്ല. ഞാൻ ആരായിരുന്നു, എൻ്റെ സ്വഭാവം എന്തായിരുന്നു, എൻ്റെ പ്രവൃത്തി എന്തായിരുന്നു എന്നുള്ളത് ലോകത്തിൽ ആർക്കും അറിയാൻ പാടില്ല. പക്ഷേ അവിടെ ഞാൻ ആയിരിക്കുന്നത് പോലെ വെളിപ്പെടുവാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തെ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. ഇവിടെ എങ്ങനായിരുന്നോ അത് മുഴുവനും അവിടെ വ്യക്തമായിട്ട് കാണിക്കപ്പെടുന്ന ഒരു സമയം. നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാണ്. ഇതിനോട് ചേർത്ത് 1-2 വാക്കുകൾ കൂടെ ഞാൻ പറയാം. വേദപുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ തിരുവെഴുത്തുകളുടെ വെളിപ്പാട് അവസാനിക്കുന്ന ഭാഗമാണ്. അവിടെ 22-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. കർത്താവ് യോഹന്നാനോട് പറയുകയാണ്, ഇത് എഴുതണം. 10-ാം വാക്യത്തിൽ പറയുന്നത്, ഇതിലെ പ്രവചനം മുദ്രയിടരുത്, വായിക്കാൻ വേണ്ടിയാണ്, മുദ്രയിട്ട് സൂക്ഷിക്കാനായിട്ടില്ല. നിങ്ങളും ഞാനും വായിക്കാൻ വേണ്ടി പ്രവചനം നൽകിയിട്ട് അവിടെ ഈ സൂചന നൽകുന്നു. ഞാൻ വേഗം വരികയാണ്. നിനക്ക് ആശ്വാസം തോന്നാം, പക്ഷേ ഞാൻ വരുന്നത് ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ, പ്രതിഫലമായിട്ടാണ് വരുന്നത്. ആ വരവ് അവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലാണ് ആ പ്രതിഫലം അവൻ വീതിക്കുവാൻ പോകുന്നത്. ഒരു വാക്യവും കൂടെ, ദൈവജനത്തിന് ഏറ്റവും പരിചയമുള്ള ഒരു വാക്യമാണ്. തിമത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം. നമുക്കെല്ലാവർക്കും അറിയാം, അപ്പോസ്തലനായ പൗലോസിൻ്റെ അന്തിമ ലേഖനമാണ് 2 തിമത്തിയോസ് എന്ന് പറയുന്നത്. അതായത് നീറോ ചക്രവർത്തിയുടെ കിങ്കരന്മാർ വാള് രാകുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഇത് എഴുതിയത് എന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. ഇത് എഴുതി തീർത്ത് അധികം മണിക്കൂറുകൾ പോലും ഒരുപക്ഷെ കഴിഞ്ഞ് കാണുകയില്ല. പൗലോസിനെ റോമാ നഗരത്തിൻ്റെ വെളിയിലേക്ക് അവർ കൊണ്ടുപോയി. 3 ഫൗണ്ടൻസ് എന്ന് പറയുന്ന വധസ്ഥലത്ത് അവനെ നിർത്തിയിട്ട് നീറോയുടെ പടയാളികൾ അവനെ ഗളച്ഛേദം ചെയ്തു. അവൻ്റെ കഴുത്ത് വെട്ടിമുറിക്കുകയായിരുന്നു. അത് പൗലോസിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ 4-ാം അധ്യായത്തിൽ താൻ പറയുന്ന ഒരു വാക്കുണ്ട്. അതായത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അതായത്, ഒരു കുപ്പിയിൽ പകർന്നിരിക്കുന്ന പാനീയം അതിൻ്റെ കഴുത്ത് പൊട്ടിച്ച് പകരുന്നത് പോലെ ഞാനാകുന്ന കുപ്പിയെ പൊട്ടിക്കാൻ പോകുകയാണ്. അതായത് എൻ്റെ കഴുത്തിൽ വാള് വീഴാൻ പോകുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലേഖനം എഴുതുന്നത്. പൗലോസ് ഈ ലേഖനം എഴുതി അധികം മണിക്കൂറുകൾ പോലും പോയി കാണുകയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലൻ അവിടെ വെച്ച് മരണമനുഭവിക്കുകയാണ്. എന്നാൽ അതിനു മുൻപായിട്ട് താൻ പറഞ്ഞ ഒരു കാര്യം അഭിമാനത്തോടു കൂടെ പറയുകയാണ്. 7-8 വാക്യങ്ങളിൽ, ഞാൻ ശുശ്രൂഷ തികച്ചിട്ട് പോവുകയാണ്, കുറേ കാര്യം കൂടെ ചെയ്യാനുണ്ടായിരുന്നു, എല്ലാം ഒത്തില്ല. അങ്ങനെയുള്ള നിരാശയും തൻ്റെ വാക്കുകളില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്കൊരു യുദ്ധമുണ്ടായിരുന്നു, ആ യുദ്ധം ഞാൻ പൊരുതി തീർത്തു. നല്ല പോർ പൊരുതു എന്ന് പറഞ്ഞാൽ ഞാൻ പൊരുതി എന്നാണ്. എൻ്റെ യുദ്ധം ഞാൻ ചെയ്തു തീർത്തു, ഞാൻ യുദ്ധം നടത്തി കഴിഞ്ഞു. എനിക്കൊരു ഓട്ടമുണ്ടായിരുന്നു, ആ ഓട്ടത്തിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് ഞാൻ വെച്ച് കഴിഞ്ഞു. ഇനി ഒരു ശകലം പോലും ബാക്കിയില്ല. ഞാൻ അതിൻ്റെ ആ ഫിനിഷിംഗ് ലൈനിലുള്ള ആ ടേപ്പിൽ തൊട്ട് നിൽക്കുകയാണ്. എൻ്റെ ഓട്ടം ഞാൻ ഓടി തീർത്തു. മാത്രമല്ല, വിശ്വാസത്തിൽ വീഴ്ച വന്നു എന്ന് പറയുന്നില്ല. എന്നെ ഏൽപ്പിച്ച വിശ്വാസം ഞാൻ കാത്തു. വിശ്വാസ വിഷയം എന്നുള്ളതായിരിക്കാം കുറെ കൂടെ ശരിയായിട്ടുള്ളത്. എന്നെ ഏൽപ്പിച്ച വിശ്വാസ വിഷയത്തിന് വേണ്ടി അന്ത്യത്തോളം ഞാൻ നിൽക്കുവാനിടയായി വിശ്വാസം കാത്തു.
ഇത് എൻ്റെ കാര്യമാണ്. യുദ്ധം തീർന്നു, ഓട്ടം തികച്ചു, വിശ്വാസം എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ആ വിശ്വാസം ഞാൻ കാത്ത് അവസാനം വരെ നിൽക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇനി എൻ്റെ ജോലി കഴിഞ്ഞു, ഇനി അവനൊരു ജോലിയുണ്ട്. ആരുടെ ജോലിയാണ്? നീതിയുള്ള ന്യായാധിപതിയായ കർത്താവിന് ഒരു ജോലിയുണ്ട്. ആ ജോലി എന്ന് പറയുന്നത്, എനിക്ക് ആ ദിവസത്തിൽ, ആ ദിവസം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് വായിച്ച വാക്യങ്ങളിൽ പറയുന്ന ക്രിസ്തുവിൻ്റെ ന്യായാസനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധന്മാർ പ്രതിഫലം വാങ്ങുവാൻ, ജീവിതം പരിശോധിക്കപ്പെടുവാൻ നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ച് പറയുകയാണ്. ആ വെളിപ്പെടുന്ന ദിവസത്തിൽ, ആ ദിവസത്തിൽ എനിക്ക് നീതിയുടെ കിരീടം വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അതായത് കർത്താവിൻ്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന ദൈവജനത്തെക്കുറിച്ചുള്ള ഒരു പൊതു പ്രസ്താവനയാണത്. അതിൽ നമ്മുടെ കാത്തിരിപ്പിൻ്റെ തീവ്രത എന്നുള്ളതിനേക്കാൾ കർത്താവിനായിട്ട് നാം കാത്തിരിക്കുന്നു എന്നുള്ളതായിരിക്കാം അവിടുത്തെ വിഷയം. അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രതിഫലങ്ങൾ നൽകാൻ പോകുകയാണ്, കിരീടം നൽകാനായിട്ട് പോകുന്നു. ആ ദിവസത്തിൽ എനിക്കവൻ അത് നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആരാണ് ന്യായാധിപതി? യേശു കർത്താവാണ്. അവൻ എങ്ങനെയുള്ള ന്യായാധിപതിയാണ്? നമ്മുടെ വിഷയമെന്ന് പറയുന്നത് അവൻ നീതിമാൻ എന്നുള്ളതാണ്. ന്യായാധിപതിയായ കർത്താവ് എങ്ങനെയുള്ളവനാണ്? എങ്ങനെയുള്ള ന്യായാധിപതിയാണ്? പൗലോസ് പറഞ്ഞത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവാണ്. പൗലോസിന് കുറച്ച് കൂടുതലും എനിക്ക് കുറച്ച് കുറവും അങ്ങനെ വരികയില്ല. ചെയ്തതിനൊത്തവണ്ണം അവൻ തരുന്നവനാണ്. ഒരു ഗ്ലാസ് പച്ചവെള്ളം അവൻ്റെ നാമത്തിൽ കൊടുത്താൽ അതിനും അവൻ പ്രതിഫലം തരും. ഒരു കാൽച്ചുവട് നടന്നാൽ അതിന് പ്രതിഫലം തരും. ഒരാളോട് സുവിശേഷം പറഞ്ഞാൽ അതിന് പ്രതിഫലം നൽകും. അവൻ്റെ നാമത്തിൽ ഒരു നിന്ദ അനുഭവിച്ചാൽ, ഒരു തല്ലുകൊണ്ടാൽ അതിനും അവൻ പ്രതിഫലം തരുവാൻ ഇടയായിത്തരും. അവിടെ പ്രതികാരമല്ല, അവിടെ അവൻ പ്രതിഫലം നമുക്ക് തരുന്നവനായ ദൈവമാണ്. ഇന്ന് രാത്രി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞത്, ആ നീതിമാൻ്റെ ഭാവികാല പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അവൻ നീതിയുള്ള ന്യായാധിപതിയായി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ഇരിക്കും. അവൻ തൻ്റെ ജനത്തെ, രക്ഷിത ഗണത്തെ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകി ആദരിക്കുന്ന രംഗമാണത്. അത് എത്രയും മനോഹരമായ നിലയ്ക്ക് ദൈവാത്മാവ് ചൂണ്ടിക്കാണിച്ചു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നമുക്ക് ശിക്ഷാവിധിയില്ല. രക്ഷിക്കപ്പെട്ടതോടുകൂടെ നരകശിക്ഷ എന്നേക്കുമായിട്ട് അവസാനിച്ചു. നാം മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഇനി തിരിച്ച് മരണത്തിലേക്ക് നമ്മെ വിടുകയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന ആ ദിവസത്തിൽ നമ്മുടെ പ്രവൃത്തികൾ മുഴുവനായിട്ടും അവിടെ വെളിപ്പെടും. നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു വാക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഓർപ്പിക്കുകയാണ്. കണക്ക് ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ, നിനക്ക് നൽകിയിരിക്കുന്നത്, കർത്താവിൻ്റെ വചനപ്രകാരം പറയുക, നിനക്ക് നൽകിയിരിക്കുന്നത് 2 താലന്താണെങ്കിൽ ആ 2 താലന്തിന് അനുസരിച്ചുള്ളത് കൊടുക്കേണ്ടി വരും. അല്ല, നിനക്ക് 5 താലന്താണെങ്കിൽ അതിനനുസരിച്ചുള്ള കണക്ക് കൊടുക്കേണ്ടി വരും. നിനക്ക് 1 താലന്തേ ഉള്ളുവെങ്കിൽ ആ 1 താലന്തിന് അനുസരിച്ച് കണക്ക് കൊടുക്കേണ്ടി വരും. ഏറെ കിട്ടിയവന് ഏറെ കണക്ക് അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ദൈവം നമുക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക്, കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക്, സുവിശേഷം അറിയിക്കാനുള്ള സാവകാശം നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക്, ദൈവം തന്നിട്ടുള്ളതിൻ്റെ കണക്ക് നാം ബോധിപ്പിക്കേണ്ടി വരും. അവൻ തന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഭയത്തോടുകൂടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 1 താലന്ത് കിട്ടിയവൻ ചെയ്തത്, ആ 1 താലന്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. യജമാനൻ വന്ന് ചോദിച്ചു, 5 കിട്ടിയവൻ 5 കൂടെ ഉണ്ടാക്കി 10 തിരിച്ചേൽപ്പിച്ചു. 2 കിട്ടിയവൻ 2 കൂടെ ഉണ്ടാക്കി 4 തിരിച്ചു കൊടുത്തു. 1 കിട്ടിയവൻ അതുകൊണ്ട് കുഴിച്ചിട്ടു. അവനോട് ചോദിച്ചു, നീ എന്തേ ഇങ്ങനെ ചെയ്തത്? നിനക്ക് കച്ചവടക്കാരെ ഏൽപ്പിക്കാമായിരുന്നല്ലോ, അവരെങ്കിലും അത് വിറ്റെടുത്തോളുമായിരുന്നല്ലോ, നീ അത് ഉപയോഗിച്ചില്ലല്ലോ. ഉടനെ അവൻ യജമാനെ കുറ്റം പറഞ്ഞു. എനിക്കൊരു കാര്യം മനസ്സിലായി, നീ ഒരു പരമദുഷ്ടനായ യജമാനാണ്. അതാണ് അവൻ പറയുന്നത്. ദുഷ്ടനാണ് എന്ന് പറഞ്ഞാൽ, നീ ചെയ്യുന്ന കാര്യം, നീ ഒന്നും വിതറുകയില്ല, പക്ഷെ നീ കൂട്ടിച്ചേർക്കാനായിട്ട് വരും. ഒന്നും വിതയ്ക്കുകയില്ല, പക്ഷെ നീ കൊയ്യാനായിട്ട് അരിവാളുമായി വരും. അങ്ങനെയുള്ളൊരു ദുഷ്ടനാണ് നീ. കണ്ടെത്തി വിതയ്ക്കാതെ കൊയ്യാൻ പറ്റുമോ? നീ അങ്ങനെയുള്ള ഒരു ദുഷ്ടനാ. നീ വിതയ്ക്കുന്നില്ല,
നീ ഒന്നും വിതറുന്നില്ല, പെറുക്കിയെടുക്കാൻ ചെല്ലുക, വിതറാതെ എങ്ങനെയാ പെറുക്കിയെടുക്കാൻ കിട്ടുക എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ദുഷ്ടദാസനെ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം അതിൽ നിന്നും കൂടെ പറയാം. അവൻ കൊയ്യാൻ വരും, പക്ഷേ അവൻ വിതയ്ക്കാതെ അരിവാളുമായി വരികയില്ല. അവൻ വിതറാതെ പെറുക്കിയെടുക്കാൻ വരികയില്ല. പക്ഷെ മറുവശത്ത് ഓർത്തുകൊള്ളുക, അവൻ വിതച്ചിട്ടുണ്ടെങ്കിൽ അവൻ അരിവാളുമായി വരും, കൊയ്തെടുക്കുവാൻ അവൻ വരും. അവൻ നമ്മുടെ നേരെ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ, അവൻ വിതറിയിട്ടുണ്ടെങ്കിൽ അവൻ പെറുക്കിയെടുക്കാൻ വരിക തന്നെ ചെയ്യും. നമുക്ക് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് അവൻ്റെ മുൻപാകെ നാം കൊടുക്കേണ്ടതായിട്ട് വരും. ഇന്ന് രാത്രി ഞാനത് വളരെ ഗൗരവത്തോടു കൂടെ പറയുകയാണ്. നീതിമാനായ ന്യായാധിപൻ, വിശ്വാസികൾ വിധിക്കപ്പെടുന്നത് ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിലാണ്. അവിടെ നീതിയുടെ പീഠത്തിലിരിക്കുന്ന ന്യായാധിപതിയുടെ പേര് നീതിയുള്ള ന്യായാധിപതി എന്നുള്ളതാണ്. അവൻ്റെ നീതിയെ നമുക്കവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലെങ്കിലും ഞാൻ 3 സിംഹാസനങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒന്നിൻ്റെ കാര്യം പറഞ്ഞു. അതായത് കർത്താവിൻ്റെ വരവിന് ശേഷം വിശ്വാസികൾക്ക് വേണ്ടി വയ്ക്കുന്ന സിംഹാസനം, ആ ന്യായാസനം, അതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. അതിൻ്റെ പിന്നാലെ വരുന്ന ന്യായാസനം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, 7 വർഷത്തെ മഹാപീഡനത്തിൻ്റെ ഒടുവിൽ നമ്മുടെ കർത്താവ് മഹത്വത്തിൽ വെളിപ്പെടുവാൻ ഇടയാകും. 1000 വിശുദ്ധന്മാരോട് കൂടെ അവൻ ഈ ഭൂമിയിലേക്ക് വരുന്ന ആ വരവാണ്. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും, അത് യഹൂദൻ്റെ കാര്യമാണ്, അവർക്ക് കാണത്തക്കവണ്ണം വിലാവിലേറ്റ കുന്തത്തിൻ്റെ പാടുകളുമായി അവൻ ഇറങ്ങി വരുവാൻ ഇടയാകും. അത് ആ കാലത്ത് നടക്കുന്ന ഹർമഗദോൻ എന്ന് പറയുന്ന അതിഭയാനകമായ യുദ്ധത്തിൻ്റെ സമാപന ഘട്ടത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവൻ വന്നു കഴിയുന്നതോടുകൂടെ ഇസ്രായേലിന് അനുകൂലമായിട്ട് അവൻ നിൽക്കുകയും തനിക്കെതിരായി നിൽക്കുന്ന സകല ശത്രുക്കളെയും അവൻ കൊന്ന് അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അന്തിമ വിജയം ദൈവത്തിനും ദൈവജനത്തിനും യഹൂദനും ഉണ്ടാകുന്ന ഒരു രംഗമാണ് അവിടെ നാം കാണുന്നത്. അത് കഴിയുമ്പോൾ, അതായത് ഈ മഹാപീഡനത്തിൻ്റെ ഒടുവിൽ മഹത്വപ്രത്യക്ഷതയോട് ചേർന്ന് അവൻ വയ്ക്കുന്ന ഒരു സിംഹാസനമുണ്ട്. അതിൻ്റെ പേരാണ് തേജസ്സിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലാണ് നാം അതിനെക്കുറിച്ച് വായിക്കുന്നത്. ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല, ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. തേജസ്സിൻ്റെ സിംഹാസനം. അവിടെ ഈ ന്യായാധിപനായിട്ട് വരുന്നത് കർത്താവാണ്. അവിടെ 2 കൂട്ടം ആളുകൾ അവൻ്റെ മുൻപാകെ വിസ്താരത്തിന് വേണ്ടി വരുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. ഒരു കൂട്ടം ആളുകൾ ഇടത്തുള്ളവരും മറ്റൊരു കൂട്ടം വലത്തുള്ളവരുമാണ്. ഈ ഇടത്തും വലത്തും തിരിക്കുന്ന ആ രംഗത്തിൻ്റെ പ്രത്യേകത നാം വായിക്കുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാണ് ചെയ്തത്. കർത്താവ് അല്ലെങ്കിൽ ന്യായാധിപൻ പറയുന്ന വാക്കാണ്. അവൻ പറയുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് തിന്മാൻ തന്നു, എനിക്ക് ദാഹിച്ചു കുടിപ്പാൻ തന്നു, ഞാൻ രോഗിയായി നിങ്ങൾ കാണാൻ വന്നു, തടവിലാരും നിങ്ങളുടെ അടുക്കൽ വന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ വലത്തുള്ളവർ ചോദിക്കുന്നുണ്ട്, അതെപ്പോഴാ ഞങ്ങൾ വന്നത്? ഞങ്ങൾ നിന്നെ കണ്ടില്ലല്ലോ. അല്ലല്ല, എന്നെ നിങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ ഈ ചെറിയവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ചെറിയവർക്ക് ചെയ്തതൊക്കെ എനിക്കാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, ദാ നിങ്ങൾക്ക് വേണ്ടി ലോകസ്ഥാപനം മുതൽ ഒരുക്കപ്പെട്ട രാജ്യമുണ്ട്, അവിടേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇടത്തുള്ളവരോട് പറയും, എനിക്ക് വിശന്നു, നിങ്ങൾ തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല, ഞാൻ രോഗിയായി കിടന്നു, നിങ്ങൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കും, ആദ്യത്തെ പോലെ, അല്ല, എപ്പോഴായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്? നീ എന്ന് രോഗിയായിട്ട് കിടന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ. ഉടനെ പറയും, എനിക്ക് നിങ്ങളെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഈ ചെറിയവർക്ക് നിങ്ങളത് ചെയ്തില്ല. ഇനി ആ ചെറിയവർ എന്ന് പറയുന്നത് യഹൂദനെക്കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്. ഇസ്രായേൽക്കാരൻ, യഹൂദനെക്കുറിച്ചുള്ള ഒരു പ്രയോഗമാണ്. അപ്പോൾ യേശുക്രിസ്തു ആർക്ക് വേണ്ടിയ ആ ന്യായവിസ്താരം നടത്തുന്നത്? യഹൂദജാതിയെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, മഹാപീഡനത്തിൻ്റെ ഭയാനകമായ നാളുകളിൽ ആരാണോ യഹൂദനെ അനുകൂലിച്ചത്, അവന് വേണ്ടി നിന്നത്, അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നു. ഇനി പീഡനത്തിൻ്റെ കാലത്ത് ഏതെല്ലാം രാജ്യങ്ങളും ജാതികളുമാണോ യഹൂദന് എതിരായിട്ട് നിൽക്കുവാനിടയായത്, അവരെ ശിക്ഷയിലേക്ക് തള്ളിക്കളയുകയാണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ന്യായാധിപൻ യേശുക്രിസ്തുവാണ്. നീതിമാനായ ന്യായാധിപനാണവൻ.
യഹൂദനാണ് വിഷയം. യഹൂദനെ ആര് സഹായിച്ചു, ആര് സഹായിച്ചില്ല? സഹായിച്ച ജനത്തിന് അനുഗ്രഹങ്ങളും സഹായിക്കാത്തവർക്ക് ശിക്ഷയും നൽകുന്ന സിംഹാസനത്തിൻ്റെ പേരാണ് തേജസ്സിൻ്റെ സിംഹാസനം എന്ന് പറയുന്നത്. അത് മഹാപീഡനത്തിൻ്റെ ഒടുവിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ട് മുൻപ് വയ്ക്കുന്ന സിംഹാസനമാണ്. മൂന്നാമത്തേത്, അതിൻ്റെ പേരാണ് വെള്ള സിംഹാസനം എന്ന് പറയുന്നത്. അത് 1000 ആണ്ട് യേശുക്രിസ്തു രാജാവായി വാഴുന്ന 1000 വർഷ ഭരണത്തിൻ്റെ ഒടുവിൽ വയ്ക്കുന്ന ന്യായാസനമാണ്, വൈറ്റ് ത്രോൺ ജഡ്ജ്മെൻറ്റ്. അത് അതിഭയാനകമായിരിക്കും. വെള്ള സിംഹാസനത്തിൻ്റെ മുന്നിലേക്ക് പാപികളെ കൊണ്ടുവരുന്ന അതിഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയുടെ രംഗമാണത്. അപ്പോൾ ഈ ന്യായവിധി ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ ഇന്ന് രാത്രിയാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിലും വെള്ളസിംഹാസനം വയ്ക്കാൻ 1007 വർഷം കഴിയണം. ഇന്ന് കർത്താവ് വന്നാലും 1007 കൊല്ലം കഴിയുമ്പോഴാണ്, അതായത് മഹാപീഡനത്തിൻ്റെ 7 വർഷം പ്ലസ് 1000 ആണ്ട് വാഴ്ച, അങ്ങനെ 1007 കൊല്ലം കഴിയുമ്പോഴാണ് വെള്ളസിംഹാസനം വയ്ക്കാനായിട്ട് ഇടയാകുന്നത്. അതിൻ്റെ വിശദമായിട്ടുള്ള വിവരണം നാം വായിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. ഒന്നിലധികം ഭാഗമുണ്ട്, എങ്കിലും സുവിദിതമായ വേദഭാഗം എന്ന് പറയുന്നത് 20-ാം അധ്യായമാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താൻ പിന്നെയും അഴിച്ചുവിടപ്പെടും. ഒരു യുദ്ധത്തിനായിട്ട് അവൻ ആളുകളെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ അവനെ ആകാശത്തു നിന്നുള്ള തീയാൽ ദഹിപ്പിച്ച് കളഞ്ഞിട്ട് പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയിലേക്ക് തള്ളിക്കളയും. അത് കഴിഞ്ഞിട്ടാണ് 11-ാം വാക്യത്തിൽ വായിക്കുന്നത്, വലിയ ഒരു വെള്ള സിംഹാസനം അവൻ വെച്ചു, അതിലൊരുത്തൻ ഇരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭയാനകമായ വിവരണമാണ് അവിടെ നൽകുന്നത്. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ സിംഹാസനം വെക്കുന്നത്? ഭൂമിയുമില്ല, ആകാശവും ഇല്ല, പിന്നെ എവിടെയാണ്? പാപി എവിടെയാണ് നിൽക്കുന്നത്? ഈ രക്ഷിക്കപ്പെടാത്ത അസംഖ്യം കോടി ഇത്രയും കാലത്തെ മാനവ ചരിത്രത്തിലെ, എത്ര കാലം ഇങ്ങനെ പോകുമെന്ന് അറിയാൻ പാടില്ല, അത്രയും കാലത്ത് രക്ഷിക്കപ്പെടാതെ പാപത്തിൽ ജീവിച്ച് മരിച്ചുപോയ എണ്ണമില്ലാത്ത കോടിക്കണക്കിന് ആളുകളെ ശരണസ്ഥാനമായ ഭൂമി മാറ്റിയിട്ട് ശൂന്യതയിന്മേൽ നിർത്തി ന്യായം വിധിക്കുന്ന രംഗമാണത്. അവിടെ ഒന്നുമില്ല, ആകാശവും ഭൂമിയുമില്ല. നാം കാണുന്ന നീലാകാശം അവിടെയില്ല, നാം നിൽക്കുന്ന ഭൂമി അവിടെയില്ല. പാപിയെ നാസ്തിത്വത്തിന്മേൽ നിർത്തിക്കൊണ്ട്, ശൂന്യതയിൽ നിർത്തിക്കൊണ്ട് ന്യായവിസ്താരം നടത്തുന്ന വെള്ള സിംഹാസനം, അതിനെക്കുറിച്ചാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. ആകാശഭൂമിയുമില്ല. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരുമുണ്ട്. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന ഒരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ആ ഖണ്ഡിക അവസാനിപ്പിക്കുന്ന ഭാഗത്ത് പറയുന്നത്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞാനൊരു രാത്രി പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, പാപിയെ ദൈവം ന്യായം വിധിക്കുന്നത് അവൻ പാപിയായതുകൊണ്ടല്ല. ലോകത്തിലെ ഒരു പാപിയെയും അന്ത്യന്യായവിധിയിൽ നരകത്തിലേക്ക് വിടുന്നത് അവൻ പാപിയായതുകൊണ്ടല്ല. കാരണം ഞാൻ പാപിയായത് എൻ്റെ കുറ്റം കൊണ്ടല്ല. ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദാമിൽ എല്ലാവരും മരിക്കുന്നു. ആദാം മുഖാന്തരമായി പാപം സകല മനുഷ്യരിലേക്കും പരന്നതുകൊണ്ട് ആ പാപം എന്നിലേക്ക് സംക്രമിക്കുകയാണ്, എന്നിലേക്ക് സ്വാഭാവികമായി വന്നതാണ്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ പാപിയായിട്ടാണ് ജനിക്കുന്നത്. പാപം ചെയ്തതുകൊണ്ടല്ല ഞാൻ പാപിയായത്, മറിച്ച് ഞാൻ പാപിയായി ജനിക്കുകയാണ്. ആദാമ്യ പാപത്തിലാണ് ഞാൻ ഉരുവാകുന്നത്, ഞാൻ ജനിക്കുന്നത് തന്നെ. അതെൻ്റെ കുറ്റമല്ല. എന്നാൽ എന്തുകൊണ്ടാണ് പാപിയെ ന്യായം വിധിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പാപിയായതുകൊണ്ടല്ല, മറിച്ച് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണമേ ഉള്ളൂ. പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ദൈവം തൻ്റെ ഏകജാതനായ മകനെ ശാപഗ്രസ്തമായ മരണത്തിനു വേണ്ടി കാൽവറിയിലെ കൊലക്കളത്തിലേക്ക് അയച്ചിട്ട് അവനെ ദൈവം തകർത്ത് കളഞ്ഞിട്ട് അവൻ്റെ മുഖം ആദരിക്കാതെ ദൈവക്രോധം മുഴുവനും നിഷ്കളങ്കനായ ആ കുഞ്ഞാടിൻ്റെ മേൽ പകർന്ന് അവനെ തകർത്ത് കളഞ്ഞ് അവൻ്റെ യാഗമരണത്താൽ രക്ഷാമാർഗം ഒരുക്കിയിട്ട് ആ രക്ഷ എനിക്ക് വേണ്ട എന്നൊരു പാപി പറയുമ്പോൾ
അതായത് ഇപ്പോൾ ഞാൻ എഴുന്നേൽക്ക്, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് പറഞ്ഞ് കുതിച്ചു നിൽക്കുന്ന രക്ഷകൻ കൈനീട്ടി നിൽക്കുകയാണ്. ഞാൻ മനഃപൂർവ്വം പറയുകയാണ്, എനിക്ക് നിന്റെ രക്ഷ വേണ്ട എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു കളയുമ്പോൾ അവനെ ശിക്ഷിക്കാതിരിക്കുവാൻ നിവൃത്തിയില്ല. ഒന്നുകൂടെ ഞാൻ തെളിച്ചു പറയാം, പാപിയെ നരകത്തിലേക്ക് അയക്കുന്നത് അവൻ പാപിയായതുകൊണ്ടല്ല, മറിച്ച് രക്ഷാമാർഗത്തെ അവൻ തള്ളിക്കളയുന്നത് കൊണ്ട് മാത്രമാണ്. രക്ഷിതാവിനെ വേണ്ട എന്ന് പറയുന്നത് കൊണ്ടാണ്, എനിക്ക് വീണ്ടെടുപ്പ് ആവശ്യമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ആ പാപികളെ മുഴുവനും വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നല്ല വാക്യത്തിൽ വായിക്കുന്നത്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞൊരു ദിവസം ഓർപ്പിച്ചതുപോലെ നരകം അത്യന്തം ഭയാനകമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്ര ലഘുവായ ഒരു കാര്യമല്ല. ഒരിക്കലും ദേവദാസൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു മെഴുകുതിരിനാളത്തിൻ്റെ നേരെ നിനക്ക് കൈവച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല, വലിക്കും. കാരണം ആ പൊള്ളൽ അസാധ്യമായിട്ടുള്ളതാണ്. ഒരു ഇരുമ്പ് തകിട് പഴിപ്പിച്ച് അതിൽ ഒരു കൊച്ചു കുഞ്ഞിനെ കിടത്തുന്നത് ഭാവനയിൽ കാണാമോ? ആ ഭയങ്കരമായിരിക്കും. പഴയ കാലത്ത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവർ ചെയ്ത കാര്യം ഈ അഗ്നിപ്രവേശം ചെയ്യിക്കുക എന്നുള്ളത് പല നിലയ്ക്കുണ്ടായിരുന്നു. അതായത് ആളുകൾ തീയിലേക്ക് എറിയുന്നതിന്. അതിൽ ഒരു രീതി എന്ന് പറയുന്നത്, വലിയ ലോഹ വിഗ്രഹങ്ങൾ ഉണ്ടാക്കും, അകം പൊള്ളയായിരിക്കും. എന്നിട്ട് ഇവർ ചെയ്യുന്നത്, ആ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ തീക്കുണ്ടമുണ്ടാക്കും. തീ അങ്ങോട്ട് കത്തിയാളുമ്പോൾ അതങ്ങോട്ട് പഴുക്കും. താമ്രമോ അല്ലെങ്കിൽ വെങ്കലമോ ഒക്കെയാണെങ്കിലും അതങ്ങോട്ട് പഴുത്ത് വല്ലാത്ത ഒരു നിറത്തിലേക്ക് തീജ്വാല പോലെ ചൊരിക്കും. അതിൻ്റെ കൈകൾ എങ്ങനെയായിരിക്കും? ഈ കുഞ്ഞുങ്ങളെ ഇവർ ചെയ്യുന്ന കാര്യം ആ വിഗ്രഹത്തിൻ്റെ പഴുത്തു നിൽക്കുന്ന കൈകളിൽ അർപ്പിക്കും. അവിടെ വെക്കുന്നതോടുകൂടെ ഇവർ അങ്ങോട്ട് പൊരിഞ്ഞു പോവുകയാണ്, ആവിയായിട്ട് പോവുക. മൂഢനായ മനുഷ്യൻ പറയുന്നത് ദൈവം ആ കുഞ്ഞിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെയും അഗ്നിപ്രവേശം ചെയ്യിക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതിഭയാനകമായ നിലയ്ക്കാണ് ആ തീക്കുണ്ടം എരിയുമ്പോൾ ആ ലോഹം പഴുക്കുവാൻ ഇടയായിത്തീരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നരകത്തിൻ്റെ പ്രത്യേകത അഗ്നിഗന്ധകം. ദാനിയേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്നത്, അവൻ്റെ മുൻപിൽ നിന്ന് അഗ്നി നദി ഒഴുകുന്നു എന്നാണ്. അത് എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഒരിക്കൽ ഞാൻ ബിലായിൽ ഒരു കൺവെൻഷന് പോയ സമയത്ത് ബിലായ് സ്റ്റീൽ പ്ലാന്റ് സന്ദർശിക്കാനായിട്ട് അവസരമുണ്ടായി. അവിടെ പോയപ്പോൾ നമ്മുടെ സഹോദരന്മാർ പലരും അവിടെ ബിലായ് സ്റ്റീൽ പ്ലാന്റിൽ എഞ്ചിനീയേഴ്സായിട്ട് ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയ സമയത്ത് ഈ ഇരുമ്പ് ഉരുക്കി ഒഴുകി വരുന്ന ഒരു ഭാഗമുണ്ട്, ഒരു തോടാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഭീമാകാരമായ ടാങ്കിലേക്ക് അത് ചെല്ലുകയാണ്. ഒഴുകുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ തിരിച്ചു വിടുന്ന പോലെ, കൈത്തോട് പോലെ ഒരു വലിയ തോടിൽ കൂടെ ഇത് ഉരുകി ഒഴുകുകയാണ്. അതിനടുത്ത് നിന്ന് നോക്കാൻ നമുക്ക് അനുവാദമില്ല. അവർ പ്രത്യേക ഗ്ലാസ് തരും, അത് വെച്ചുകൊണ്ടാണ് ഇത് കാണുന്നത്. കാരണം അത്രയ്ക്കും ജ്വലനമാണ് അതിനുള്ളത്. ഇത് വന്ന് വീഴുന്ന ആ ഭാഗത്തേക്കൊന്നും നമുക്ക് അടിയിലേക്ക് നോക്കാൻ നിവൃത്തിയില്ല. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ ബ്രദറെ, എത്ര പേരാണ് ഇവിടെ മരിച്ചിട്ടുള്ളതെന്നറിയാമോ? പകരം ചോദിക്കാൻ നിവൃത്തിയില്ലാതെ ചിലരെ കൊന്നുകളഞ്ഞത് അവിടെയാണ്. ചിലപ്പോൾ ഒരു തള്ളായിരിക്കും അവിടെ വരുമ്പോഴേ. അതിനകത്തേക്ക് പോയാൽ താഴെ ഒന്നും ചെല്ലാനുണ്ടാവുകയില്ല, ഇരുമ്പ് ഉരുകി വരുന്ന ഭയാനകത. പക്ഷെ അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ തീ കത്തുന്നുണ്ടെങ്കിലും ആ ഭയങ്കരമായ ഗർത്തത്തിനകത്ത് അധികം പ്രകാശമില്ല. ഇരുമ്പ് ഉരുകി തിളയ്ക്കുകയാണെങ്കിലും അതിനകത്ത് അധികം പ്രകാശമില്ല. പെട്ടെന്ന് പ്രകാശം ഒട്ടുമില്ലെന്നല്ല, എങ്കിലും അത് ഒരു വല്ലാത്ത ഒരു കാഴ്ചയായി എൻ്റെ മനസ്സിലിപ്പോഴും നിൽക്കുകയാണ്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നാം വായിക്കുന്നത് അത് ഗന്ധക തടാകമാണ്, അങ്ങനെയാണ് വായിക്കുന്നത്. പക്ഷേ അവിടുത്തെ പ്രത്യേകത കൂരിരുട്ടാണ്. എനിക്കതിൻ്റെ വൈരുദ്ധ്യം മനസ്സിലായിട്ടില്ല. അതായത് ആ ഗന്ധക തീപ്പൊയ്കയിൽ ഗന്ധകം കത്തി മറിയുമ്പോൾ അവിടെ പ്രകാശം വരേണ്ടതാണ്. പക്ഷെ ദൈവക്രോധത്തിൻ്റെ ഭയാനകത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നരകമാകുന്ന ആ ഭയാനക ഗർത്തത്തിൽ കോടാനുകോടികൾ മരണമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിത്യനരകത്തിൻ്റെ ഗന്ധക പൊയ്കയിൽ പ്രകാശത്തിൻ്റെ ബിന്ദു പോലും കാണാനില്ല. കൂരിരുട്ട് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആരാ ഇത് വിശ്വസിക്കുന്നത്? ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ
ജീവിതത്തെ ആസ്വദിച്ചു വരുമ്പോൾ വരുവാൻ പോകുന്ന കൊടിയ ന്യായവിധിയെക്കുറിച്ച് പോലും അവർക്ക് ബോധ്യമില്ല. പക്ഷെ തിരുവെഴുത്ത് എത്രയും വ്യക്തമായിട്ട് പറയുകയാണ്, അതൊരു തീപ്പൊയ്കയാണ്. അവിടുത്തെ പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ കെടുന്നില്ല. അവിടെ ശാപഗ്രസ്തമായ വാക്കുകൾ നിർവിഘ്നമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് രക്ഷിക്കപ്പെടാത്ത ലോകത്തിലെ സകല മനുഷ്യരും പതിക്കുന്ന വിനാശകരമായ ഭാവിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അതിലേക്ക് തള്ളപ്പെടുന്ന രംഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വലിയൊരു വെള്ള സിംഹാസനം. എനിക്ക് ആ വാക്ക് തന്നെ അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് അങ്ങനെ ഒരു വിശേഷണം കൊടുത്തിട്ടില്ല. അവൻ അവിടെ ഇരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ പാപിയുടെ മുൻപാകെ ദൈവപുത്രൻ്റെ പ്രഭാവം മുഴുവനും വെളിപ്പെടുത്തിക്കൊണ്ട് വെള്ള സിംഹാസനത്തിൽ ആ ന്യായാധിപൻ നിൽക്കും. എന്നിട്ട് അവൻ ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ വായിക്കുന്നത്, യേശു ക്രിസ്തു കർത്താവെന്ന് അവർ ഏറ്റുപറയും. പക്ഷെ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. കാരണം അവരാരും എൻ്റെ കർത്താവ് എന്ന് പറയുന്നില്ല. പറയാനുള്ള രംഗം അവിടെ ഇല്ല. അത് ഭൂമിയിൽ വെച്ചായിരുന്നു. എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞ് അവനെ സ്വീകരിക്കുന്നവരാണ് രക്ഷിക്കപ്പെടുന്നത്. നാം ക്ലാസ്സിന് മുൻപ് കർത്താവിദാസൻ പറഞ്ഞപ്പോഴും അത് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുന്നവൻ അവൻ രക്ഷിക്കപ്പെടും. പക്ഷെ ആ വാക്ക് പറയാതെ പോകാൻ ആർക്കും കഴിയുകയില്ല. വെള്ളസിംഹാസനത്തിൻ്റെ മുൻപിൽ നിന്ന് ആ വാക്ക് ആവർത്തിക്കും. പക്ഷെ അത് പറഞ്ഞിട്ട് മടങ്ങി വരുവാൻ കഴിയാത്ത, ആർക്കും മടക്കി വരുത്തുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പ്രചണ്ഡമായ ന്യായവിധിയിലേക്ക് അവൻ പോകും. ഇതാണ് തിരുവെഴുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വെള്ളസിംഹാസനത്തിൽ അവൻ ഇരിക്കുമ്പോൾ ന്യായാധിപതി നീതി ഉള്ളവനായിരിക്കും. എത്രയും വ്യക്തമായിട്ട് അവിടെ നാം കാണുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി ഉണ്ടായി. അവൻ അനീതി അവിടെ ചെയ്യുകയില്ല. ആരായിരുന്നാലും അവൻ ആ ന്യായവിധി അയക്കും. ഇത് സുവിശേഷ പ്രസംഗത്തിൻ്റെ വേദി അല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ദാനിയേലിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, നെബൂഖദ്നേസർ മരിച്ചു കഴിഞ്ഞു, ബേൽഷസ്സർ ചക്രവർത്തിയായി. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതാപമുള്ള ഒന്നാമത്തെ സാമ്രാജ്യമായ ബാബിലോണിൻ്റെ തലപ്പത്ത് ബേൽഷസ്സർ ഇരിക്കുന്നു. വലിയ ഒരു ലഹരിയുടെ നടുവിലേക്ക് അവൻ വരികയാണ്. 1000-ഓളം മഹാജ്ഞാനികളും മഹത്തുക്കളും ഇരിക്കുന്ന വേദിയിൽ, അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും ഇരിക്കുന്ന വേദിയിൽ ആ ചക്രവർത്തി പറഞ്ഞു, യെരുശലേമിലെ ദൈവാലയത്തിലെ വിശുദ്ധ പാത്രങ്ങൾ ഇവിടെ കൊണ്ടുവരിക. പിടിച്ചുകൊണ്ടുവന്നതാണ്. അതിനകത്ത് ബാബിലോണിൻ്റെ അശുദ്ധി മുഴുവൻ പകർന്നിട്ട് അതവർ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വെള്ള ഭിത്തിയുടെ പുറത്ത് ഒരു കൈപ്പത്തി വന്നെഴുതുന്നത്. ആ വെളിച്ചത്തിൽ അവൻ ആ കാഴ്ച കണ്ടു. നമ്മൾ വായിക്കുന്നത്, അവൻ്റെ മുഖഭാവം മാറി, അരയുടെ ഏപ്പുകൾ അഴിഞ്ഞു, അവൻ കൈനീട്ടി നിലവിളിച്ചു. അത് തന്നെ ഒരു വല്ലാത്ത കാഴ്ചയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും മഹാസാമ്രാജ്യത്തിൻ്റെ അത്യുന്നത പദവിയിലിരിക്കുന്ന ചക്രവർത്തി 1000 മഹത്വക്കളുടെ മുൻപാകെ, അവൻ്റെ ഭാര്യമാരുടെ മുൻപാകെ നിലവിളിക്കണമെന്ന് വരികിൽ അവനുണ്ടായ മാനസികമായ ആഘാതം എത്ര വലുതായിരിക്കും. ആ കൈപ്പത്തി മാത്രം ഒരു എഴുത്തെഴുതി. പക്ഷെ അവന് മനസ്സിലായില്ല. അങ്ങനെയാണ് ദാനിയേലിനെ വിളിച്ചു വരുത്തിയത്. അവൻ ആ എഴുത്ത് വായിച്ചർത്ഥം പറഞ്ഞു, മെനെ മെനെ തെക്കേൽ ഊഫർസീൻ, ഇത്രയും നാളുകൾ സ്വർഗം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, നിന്റെ രാജ്യത്വം എണ്ണുകയായിരുന്നു. പക്ഷേ നീ ദൈവത്തെ ശ്രദ്ധിച്ചില്ല. നീ കുറവുള്ളവനായി കണ്ടു. തൂക്കി നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ ത്രാസിൽ നിനക്ക് തൂക്കമില്ല. നീ കുറവുള്ളവനായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ രാജ്യത്വം മാറ്റപ്പെടുകയാണ്. നമ്മൾ വായിക്കുന്ന അധ്യായത്തിൻ്റെ ഒടുവിൽ, അന്ന് രാത്രി കൽദേ രാജാവായ ബേൽഷസ്സർ കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് രംഗത്തേക്ക് വരികയാണ്. ഒരു രാത്രി പുലരുവാൻ പോലും ദൈവം അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരങ്ങൾ അത്രയ്ക്കും ആഘാതപൂർണമായിരുന്നു. അവിടെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കിതാണ്, നിന്റെ അപ്പനായ നെബൂഖദ്നേസറിനോട് ദൈവം ഏർപ്പെട്ടത് നിനക്കറിയാമായിരുന്നു. ആ ബാബേൽ ഗോപുരത്തിൽ കൂടി അവൻ സഞ്ചരിച്ചപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ പ്രതാപമഹത്വത്തിനായി ഉണ്ടാക്കിയ ബാബേൽ അല്ലയോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവിടെ നിന്ന് കാട്ടിലേക്ക് അയച്ചതാണ്. ആ കാട്ടിൽ ചെന്ന് മഹാനായ ചക്രവർത്തി കാളയെപ്പോലെ പുല്ല് തിന്ന നാളുകളുണ്ട്. ആകാശത്തിലെ മഞ്ഞ് വീണ് അവൻ നനഞ്ഞ സംവത്സരങ്ങളുണ്ട്. അവൻ്റെ ശരീരത്തിൽ നിന്ന് കഴുകിൻ്റെ ചിറകുകൾ പോലെ അവൻ്റെ ശരീരത്തിൽ നിന്ന് തൂവലുകൾ പൊങ്ങി, നഖം നീണ്ടു.
അങ്ങനെ വന്ന കാലമുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ് ബേൽശസ്സറിനോട്, അല്ലയോ ബേൽശസ്സറേ, ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നെ ആ വാക്ക് പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ അപ്പൻ്റെ മേൽ ന്യായവിധി താണിറങ്ങിയത് നിനക്കറിയാമായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും നീ നിന്നെ തന്നെ താഴ്ത്തിയില്ല. പക്ഷെ അവന് മാനസാന്തരപ്പെടുവാൻ ഇടയുണ്ടായില്ല. നാം യേശാവിനെ കുറിച്ച് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ മാനസാന്തരത്തിന് ഇട കണ്ടില്ല. അവന് നിൽക്കാൻ മാനസാന്തരത്തിൻ്റെ ഒരു പ്രതലമുണ്ടായിരുന്നില്ല. ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ അവന് സ്ഥലമുണ്ടായിരുന്നില്ല. അവന് അവസരമുണ്ടായില്ല. ഇത് തന്നെയാണ് അന്തിമ ന്യായവിധിക്കായിട്ട് ലോകം നീങ്ങുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ദൈവപുത്രനെ തള്ളിക്കളയുകയാണ്, രക്ഷയെ തള്ളിക്കളയുകയാണ്, പാപമോചനം വേണ്ട എന്ന് പറയുകയാണ്, ലോകത്തിൻ്റെ ആസക്തികളിൽ അഭിരമിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ ഈ പറഞ്ഞ രംഗത്തേക്ക് അവർ നീക്കപ്പെടുവാൻ പോവുകയാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ വാക്ക് വളരെ ഭയാനകമാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓർക്കുക. അപ്പോസ്തലനായ പൗലോസ് അഥേനയിൽ, അതായത് ഗ്രീസിൻ്റെ തലസ്ഥാനമായിരിക്കുന്ന ഏഥൻസിൽ പ്രസംഗിച്ച കാര്യമാണ് പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ അവിടെ അഥേനയിൽ ഒരു പ്രസംഗവേദി ഉണ്ടായിരുന്നു, അരയോപക കുന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രസംഗ പീഠമാണ്. കേവലം ഒരു മല എന്നുള്ളതല്ല, മാഴ്സിൻ്റെ നാമധേയത്തിലുള്ള ഒരു പ്രസംഗ പീഠമാണ്, പ്രസംഗവേദിയാണ് അരയോപക കുന്ന് എന്ന് പറയുന്നത്. അവിടെ പ്രസംഗം കേൾക്കാൻ വന്നവരൊക്കെ വലിയ വലിയ ചിന്തകന്മാരാണ്. 18-ാം വാക്യത്തിൽ പറയുന്നത് എപ്പിക്കൂര്യരും സ്തോയിക്കരുമായ തത്വജ്ഞാനികൾ, അതായത് യവന തത്വചിന്തയുടെ ഏറ്റവും വലിയ വക്താക്കളാണ് എപ്പിക്കൂര്യരും സ്തോയിക്കരും. അവരാണ് പ്രസംഗം കേൾക്കാനായിട്ട് വന്നത്. അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ദൈവപുത്രനെക്കുറിച്ച് അതിശക്തമായിട്ട് പറയുകയാണ്. വിഗ്രഹാരാധനയുടെ ഭയാനകതയെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് ദൈവപുത്രനെക്കുറിച്ച് രക്ഷയെക്കുറിച്ചും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ശ്രദ്ധിക്കണമേ, ആ പ്രസംഗത്തിൽ എഴുതപ്പെട്ട പ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ വാക്യം 17-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. ന്യായവിധി ഉണ്ടോ എന്നുള്ളതിന് അവിടെ തന്നെ 2-3 തെളിവുകൾ പൗലോസ് നിരത്തുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ന്യായവിധി ഉണ്ടെന്നുള്ളതിൻ്റെ ഉറപ്പ് അവൻ നൽകിയിരിക്കുകയാണ്. ഇവിടെ ഈ പ്രസംഗത്തിൽ അവരുടെ മനസ്സിനെ ചൊടിപ്പിച്ച കാര്യം പറയുന്നുണ്ട്. വിഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നഗരമാണ്. 21-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ഈ വഴിക്ക് നടക്കുമ്പോൾ നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ കണ്ടു. അവിടെ ഒരു വിഗ്രഹത്തെ കണ്ടു. അതിന് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത് അജ്ഞാത ദേവന്. ഒരിക്കലും ഒരു ചരിത്രകാരൻ പറഞ്ഞത്, അറിയാവുന്നതിനൊക്കെ അവർ ദൈവങ്ങളെ ഉണ്ടാക്കി. ഇനി അവസാനം ഈ നന്ദിയൊക്കെ പറയുമ്പോൾ സാധാരണ പറയില്ല, എല്ലാവർക്കും നന്ദി പറയുന്നു, ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെ എന്നൊരു ഭംഗിവാക്ക് പറയുന്ന പോലെ അറിയാവുന്നതിനൊക്കെ ദൈവങ്ങളെ ഉണ്ടാക്കി. ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ദൈവത്തെ ഉണ്ടാക്കാൻ വിട്ടുപോയാൽ കോപിക്കാതിരിക്കാൻ അതിനും വെച്ചു ഒരു വിഗ്രഹം, പേര് കൊടുത്തു. അറിയാൻ പാടില്ല അങ്ങനെ ദേവനുണ്ടോയെന്ന്, പക്ഷേ അജ്ഞാത ദേവന്. പൗലോസ് പറയുകയാണ്, ആ അറിയാതെ പൂജിക്കുന്ന 23-ാം വാക്യം, നിങ്ങൾ അജ്ഞാത ദേവനെന്ന് പറഞ്ഞല്ലോ, ആ അറിയാതെ പൂജിക്കുന്നവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ അറിയാതെ പൂജിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കാത്ത അവനുണ്ടല്ലോ, അവനാണ് ദൈവം നിയമിച്ച പുരുഷൻ. അവൻ ലോകത്തെ ന്യായം വിധിക്കും. ഒന്ന്, അതിൻ്റെ ഉറപ്പ് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. ന്യായവിധി എന്നും നടത്തുകയല്ല, ന്യായവിധിക്ക് ഒരു ദിവസമുണ്ട്. നാം വായിച്ചത് ഒരു ദിവസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ആരാണെന്ന് ആ വിധി ദിവസത്തിൽ നീതിന്യായ പീഠത്തിലിരിക്കുന്നത്? താൻ നിയമിച്ച പുരുഷനാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. വലിയൊരു വെള്ള സിംഹാസനത്തിൽ ദൈവം നിയമിച്ച പുരുഷൻ ന്യായാധിപനായിട്ട് വരും. ഞാൻ വിചാരിക്കുന്നത് അവൻ്റെ ശരീരത്തിലേറ്റ മുറിവുകൾ നിത്യതയിൽ മായ്ക്കപ്പെടുകയില്ല. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ വായിക്കുന്നത്, വെള്ള കുതിരപ്പുറത്തെ ജേതാവായിട്ട് അവൻ വരുമ്പോൾ
അവൻ്റെ കയ്യിൽ വാളുണ്ട്. അവൻ്റെ പേര് നാം വായിക്കുന്നത് ദൈവവചനമെന്നാണ്. രക്തം തളിക്കപ്പെട്ട ഉടുപ്പാണ് അവൻ ധരിച്ചിരിക്കുന്നത്. അവൻ്റെ ശരീരത്തിൽ ഒന്നിലധികം ഭാഗത്ത് രാജാധിരാജാവ് കർത്താധി കർത്താവ് എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. അവൻ രക്തം തളിക്കപ്പെട്ട ഉടുപ്പ് ധരിക്കണമെങ്കിൽ കാൽവറിയിലെ രക്തച്ഛവിക്ക് മാറ്റമുണ്ടാകുന്നില്ല. ആ രക്തത്തുള്ളികളുടെ നിറത്തിന് നിത്യതയിൽ മാറ്റം വരികയില്ല. ആ ശരീരത്തിലേറ്റ മുറിവുകളും കാണുമായിരിക്കാം. എമ്മൗസിലേക്ക് പോയ ശിശുമാരുടെ മുൻപിൽ നിന്ന് അവൻ അപ്പമെടുത്ത് കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിലായത് അപ്പക്കഷ്ണത്തിന്റെ പിന്നിലുള്ള മുറിവേറ്റ കരങ്ങളായിരിക്കാം. അത് മാറ്റപ്പെടുകയില്ല. അത് അപമാനമല്ല, അവൻ അലങ്കാരമാണ്, അവൻ്റെ പ്രശംസാ വിഷയമാണ്, അവൻ്റെ കീർത്തിമുദ്രയാണ്. അങ്ങനെ നിൽക്കുന്ന അവനാണ് വെള്ള സിംഹാസനത്തിൽ ന്യായാധിപനായിട്ടിരിക്കാൻ പോകുന്നത്. ഞാൻ വിചാരിക്കുന്നത് ലോകത്തിലെ സകല പാപികളും മുറിവേറ്റവനെ കാണും. അവർ പറയും നീ കർത്താവാണ്, പക്ഷേ അവർക്ക് മോചനമുണ്ടായിരിക്കയില്ല. എപ്പിക്കൂരിനും സ്തോയിക്കനും എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ തത്വജ്ഞാനികൾ ചരിത്രം പറയുന്നത് ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും പൈതഗോറസും ഡയോജനിസും അവരൊക്കെ ഈ വർഗത്തിൽപ്പെട്ടവരാണ്. ആ മഹാരഥന്മാരൊക്കെ അവിടെ ദൈവപുത്രന് മുൻപാകെ നിന്നിട്ട് പറയും യേശു ക്രിസ്തു കർത്താവ് എന്ന്. പക്ഷെ ന്യായാധിപനെ കുറിച്ച് അപവാദമാർക്കും പറയാൻ കഴിയുകയില്ല. നീതിയിൽ ന്യായം വിധിക്കുന്നവനാണ്. ഇന്ന് രാത്രി ഞാൻ ഈ വാക്ക് ഒരു ഭയങ്കര വിഷയമായതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അല്പം വൈകാരികമായിട്ട് പറഞ്ഞു പോയതാണ്. നീതിമാനായ ന്യായാധിപനായി അവൻ വരിക തന്നെ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ നിർത്തേണ്ടിയിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച ഈ വിഷയം തുടരാം. നാം ചിന്തിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നീതിമാനാണ്. ഈ ഭൂമിയിൽ ആരും നീതിമാന്മാരില്ല, അവനൊഴികെ ആരും നീതിമാന്മാർ അല്ല. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് സന്തോഷം തരുന്ന ഒരു വിഷയമുണ്ട്. കാൽവറിയിൽ ചൊരിയപ്പെട്ട നിർമ്മലമായ രക്തത്തിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ ഒരു കൂട്ടം ജനത്തെ അവൻ നീതീകരിക്കുവാനിടയായി. ആ ഗണത്തിൽ ദൈവം നമ്മെ പെടുത്തിയതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. നാം ഇന്ന് രാത്രി നീതീകരിക്കപ്പെട്ടവരാണ്. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാം, അവന് വേണ്ടി ജീവിക്കാം. അവൻ്റെ ആളത്വത്തിൻ്റെ പ്രഭാവത്തിൻ്റെ മുൻപിൽ തലവണക്കി നന്ദി പറയാം. അവനെ നമുക്ക് വാഴ്ത്താം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും.